മാമാട്ടിയുടെ അമ്മൂമ്മയുടെ കല്യാണത്തിന് പോകാൻ പോകുവാണേ. അമ്മൂമ്മ എന്ന് പറയുമ്പോ നിങ്ങൾ അതിശയിക്കൊന്നും വേണ്ട കേട്ടോ, ആൾക്ക് വലിയ പ്രായമൊന്നും ഇല്ല. നമ്മുടെ ബന്ധം കൊണ്ടാണ് അമ്മൂമ്മയാകുന്നത്. എന്റെ കുഞ്ഞമ്മയുടെ കല്യാണമാണ് കേട്ടോ, അതായത് എന്റെ അമ്മയുടെ സഹോദരിയായിട്ട് വരും. ഇനി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം, എന്റെ അമ്മയുടെ അച്ഛന്റെ അനിയന്റെ മോളുടെ കല്യാണമാണ്. ഇത് കല്യാണപ്പെണ്ണിന്റെ അനിയത്തിയാണ് കേട്ടോ. ഇതും മാമാട്ടിയുടെ അമ്മൂമ്മ തന്നെയാണ്. ഇതേ കല്യാണപ്പെണ്ണിനെ നിങ്ങൾ കണ്ടല്ലോ, ഇത്രയും പ്രായമേ ഉള്ളൂ കേട്ടോ ചേച്ചിക്ക്. ഇതെന്റെ ചിറ്റിയാണെങ്കിൽ ഞാൻ അക്കിയെന്ന് തന്നെയാണ് കേട്ടോ വിളിക്കുന്നത്. മാമാട്ടിക്ക് മണ്ണ് കണ്ടാ പിന്നെ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റത്തില്ലേ. അമ്പലപ്പറമ്പിലെ മണ്ണാകുമ്പോ പിന്നെ പറയണ്ടല്ലോ, നല്ല രസമല്ലേ. മാമാട്ടി ഇറങ്ങി അങ്ങ് ഓടി കളിക്കുമായിരുന്നേ. ഇത് നമ്മുടെ മാമാട്ടി ബൈ അമലിയുള്ള മൽക്കോട്ടൻ സാരിയാണ് കേട്ടോ. ഡബിൾ ഷെയ്ഡാണ്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയാണെന്ന് നിങ്ങൾ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ എന്റെ വീട്ടുകാരെ കൊണ്ട് തന്നെ എടുപ്പിച്ചിട്ട് ഞാൻ തന്നെ ഉടുത്ത് നിങ്ങളെ കാണിക്കുന്നത്. നല്ല വൃത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനേലും ഭംഗിയായിരിക്കും കേട്ടോ. മാമാട്ടി സാരി ഉടുക്കാൻ വേണ്ടിയിട്ടൊന്നും അധികം സമ്മതിക്കുന്നില്ലായിരുന്നു. ഒരു വാവ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണിത്. എന്റെ അമ്മൂമ്മയ്ക്ക് എപ്പോഴും കോട്ടൺ സാരി ഉടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മ ഞങ്ങളോട് വാങ്ങിച്ചാലും കോട്ടൺ സാരി വാങ്ങിക്കാനേ പറയത്തുള്ളായിരുന്നു. എന്നാൽ അന്നത്തെ സമയത്ത് അധികം ട്രെൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ കോട്ടൺ സാരി ഇല്ലല്ലോ. ഞാൻ ഓർക്കുമ്പോൾ ഇതൊന്നും കാണാൻ വലിയ ഭംഗിയില്ലല്ലോ. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് അത് ഉടുക്കുമ്പോഴുള്ള സുഖം കൊണ്ടാണ് അവരത് വാങ്ങിക്കാൻ നമ്മളോട് പറയുന്നത്. ഈ സാരി കാണാനും ഭംഗിയാണ്, ഉടുത്തു കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് കിടന്നോളും. റേറ്റ് വന്നിട്ട് 999 ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് സദ്യയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് പോകുന്നത്. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു തുടങ്ങി വേറെ ഇങ്ങോട്ടൊക്കെയോ പോയല്ലേ.